നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരി കൃഷ്ണ നാരായണ തവ പാദസരോജമിൻ അഗമേ വിലസുക നാരായണ ജയ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ശ്രീമന്നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ ദശകം 18 പൃഥുചരിതം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകങ്ങൾ 7, 8, 9, 10. ശ്ലോകം 7. ആത്മാനം യജതി മഗൈസ്തു യത്രിദാമൻ ആരബ്ധേ ശതതമവാജിമേദയാഗേ സ്പർദ്ധാലു ശതമഗ യേത്യനീചവേഷോ ഹൃത്വാശ്വം തവതനയാത് പരാജിതോ അഭൂത്. പൃഥുചക്രവർത്തി സാധാരണ രാജാക്കന്മാർ ചെയ്യുന്ന പോലെ ലോക നന്മയ്ക്കായി യാഗങ്ങൾ ചെയ്തിരുന്നു. അദ്ദേഹം 100ാമത്തെ അശ്വമേധത്തിൽ സ്വയം യജ്ഞിക്കാൻ ആരംഭിച്ചപ്പോൾ അസൂയ മൊഴുത്ത ഇന്ദ്രൻ യാഗം തടസ്സപ്പെടുത്തുന്നതിനായി ഭാണ്ഡവേഷം ധരിച്ചു വന്ന് യാഗാശ്വത്തെ കവർന്നുകൊണ്ടുപോയി. യാഗാശ്വത്തെ അപഹരിച്ചതറിഞ്ഞ പൃഥുവിൻ്റെ പുത്രൻ ഇന്ദ്രനെ തോൽപ്പിച്ച് യാഗാശ്വത്തെ വീണ്ടെടുത്തു. യജനത്തിനിരിക്കുമ്പോൾ ആ ആൾ യാഗം സമാപിക്കാതെ യാഗവേദി വിട്ടുപോകാൻ പാടില്ല. അതാണ് പുത്രൻ യാഗാശ്വം വീണ്ടെടുക്കാൻ പോയത്. ഈ അല്പത്വം ഇന്ദ്രന് കളങ്കം ചേർത്തുന്നു. 100 യാഗം പൂർത്തീകരിക്കുന്നവന് ഇന്ദ്രപട്ടം കിട്ടി ഇന്ദ്രനാകുമെന്നൊരു വ്യവസ്ഥ നിലവിലുണ്ട്. പൃഥുചക്രവർത്തി 100ാമത്തെ യാഗം തുടങ്ങിയപ്പോൾ ഇന്ദ്രന് തോന്നി ഇന്ദ്രപട്ടത്തിന് വേണ്ടിയാണ് യാഗം ചെയ്യുന്നതെന്ന്. അതാണ് യാഗം തടസ്സപ്പെടുത്താൻ യാഗാശ്വത്തെ ഹരിച്ചത്. സ്വന്തം വേഷത്തിലെത്തിയാൽ ഇന്ദ്രൻ നിന്ദ്യകർമ്മം ചെയ്യുന്നതായി ലോകരറിയുകയില്ലേ. അത് തനിക്ക് പോരായ്മയാണെന്ന് കരുതി വേഷം മറിച്ചെന്നു. ശ്ലോകം 8. ദേവേന്ദ്രം മുഹൂർദിവാജിനം ഹരന്തം വാഗ്നൗതം മുനിവരമണ്ഡലേ ജുഗുഷൗ രുന്ദാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാൽ ത്വം മധുരിപും ഐക്ഷദാ സ്വയം സ്വം. ഇപ്രകാരം പിന്നെയും യാഗാശ്വത്തെ അപഹരിക്കുന്ന ദേവേന്ദ്രനെ മഹർഷിമാർ അഗ്നിയിൽ ഹോമിക്കാൻ നിശ്ചയിക്കവേ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ആ കർമ്മം തടഞ്ഞു. യാഗം പൂർത്തീകരിപ്പിച്ചു. യാഗാവസാനത്തിൽ ഗുരുവായൂരപ്പ അങ്ങ് താൻ തന്നെയായ വിഷ്ണുവിനെ പ്രത്യക്ഷത്തിൽ കണ്ടു. ദേവേന്ദ്രൻ യാഗാശ്വത്തെ കക്കോ എന്ന നീചപ്രവൃത്തി വീണ്ടും ചെയ്തു. യാഗ തടസ്സം സൃഷ്ടിക്കുന്നതിൽ കുപിതരായ മഹർഷിമാർ ഇന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിച്ച് കളയാമെന്ന് നിശ്ചയിക്കുന്നു. യാഗസമയത്ത് മറ്റൊരു പദം ശരിയല്ല, അതുകൊണ്ട് ദോഷമാണ് ഉണ്ടാകുക. അതറിയാമെന്ന ബ്രഹ്മാവ് വേഗത്തിൽ തടുത്തു. പിന്നെ യാഗം പൂർത്തിയാക്കിച്ചു. യാഗാവസാനത്തിൽ വിഷ്ണു പ്രത്യക്ഷീഭവിച്ചു. പൃഥുവിന് സന്തോഷമായി. പൃഥുവും വിഷ്ണുവും ഒന്നു തന്നെയാണെങ്കിലും ലോകദൃഷ്ടി രണ്ടാണ്. വിഷ്ണു ഭഗവാനാണ് പൃഥു
രാജ്യപരിപാലനം ചെയ്യുന്നവനാണ്. വിഷ്ണു ഭഗവാനാണ്. പൃഥു രാജ്യപരിപാലനം ചെയ്യുന്നവനാണ്. പിന്നെ ദേവന്മാരുടെ ആഗ്രഹമനുസരിച്ച് പൃഥുവും ദേവേന്ദ്രനും സഖ്യത്തിലായി. അവരവരുടെ വഴിക്ക് പോയി. ശ്ലോകം 9. തം ദത്തം വരം ഉപലഭ്യ ഭക്തിം ഏകാം ഗംഗാന്തേ വിഗതപദകദാഭിദേവ സത്രസ്തം മുനിനിവകം ഹിതാനിശംസൻ അയേക്ഷിഷ്ഠാ സനകമുഖാൻ മുനീൻ പുരസ്താത്. പൃഥുവിൻ്റെ യാഗാവസാനത്തിൽ പ്രത്യക്ഷപ്പെട്ട വിഷ്ണു ഭഗവാൻ പൃഥുവിനോട് വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നിശ്ചലമായ വിഷ്ണുഭക്തി എന്ന ഏകവരം ആവശ്യപ്പെട്ടു. ഭഗവാൻ അത് കൊടുത്തു. ആ വരപ്രസാദത്തിന് ശേഷം ഒരിക്കൽ പൃഥു ഗംഗാതീരത്തെ സത്രത്തിനായി വസിച്ച കാലത്ത് സത്രത്തിലാഗതരായ മുനിമാർക്ക് ധർമ്മോപദേശം ചെയ്തിരിക്കെ സനകാദികളായ ദിവ്യന്മാരായ മഹർഷിമാരെ കാണാനിടയായി. ശ്ലോകം 10. വിജ്ഞാനം സനകമുകൂദിതം ദദാനഃ സാത്മാനം സ്വയം അഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗകം പ്രശമയ വാദഗേഹവാസിൻ. സത്രവേദിയിൽ സനകാദി മഹർഷിമാരെ ഉപദേശിച്ച് വിജ്ഞാനം വേണ്ട പോലെ ഗ്രഹിച്ച് കാട്ടിൽ തപസ് ചെയ്തുകൊണ്ട് അങ്ങയെ തന്നെ പ്രാപിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള പൃഥുവായി അവതരിച്ച് ധർമ്മ അനുഷ്ഠാനത്തിന് മാതൃക കാട്ടിയ പ്രഭു, അവിടുന്ന് ഈയുള്ളവൻ്റെ സർവ്വരോഗങ്ങളും വേഗത്തിൽ മാറ്റിത്തരയണമേ. ഈ പൃഥുചരിതം രാജാക്കന്മാർക്കും മാനവർക്കും ദേവകൾക്കും താപസർക്കും മാതൃകാപരമാണ്. സൽഗുണസമ്പന്നനും പുരുഷാർത്ഥങ്ങൾ വേണ്ട പോലെ പാലിക്കുകയും ചെയ്ത പൃഥു ഏവർക്കും മാതൃകാ പുരുഷനാണ്. ഭാഗവതത്തിൽ വിശദമായി വർണ്ണിച്ചിരിക്കുന്ന ഈ കഥ നാരായണീയത്തിൽ 7 ശ്ലോകങ്ങൾ കൂടി കവി വർണ്ണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കവിതാ വൈഭവം ഇതിൽ കൂടി കാണാം. നമസ്തേ. അടുത്ത ഭാഗം ദശകം 19 പ്രചേതസ്സുകളുടെ കഥ തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.